ഭരണഘടനാ വിദഗ്ധരാണെങ്കിൽ അഭിപ്രായം പറയേണ്ടത്. നിർഭാഗ്യവശാൽ പിന്നെ നിയമജ്ഞരും അങ്ങനെയുള്ള ആളുകളൊന്നും അഭിപ്രായം പറയുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പറയേണ്ടതാണ്. റൂൾസ് ഓഫ് ബിസിനസ്സിൽ ബ്രേക്ക് ചെയ്തു, റൂൾസ് ഓഫ് ബിസിനസ്സിൻ്റെ ചട്ടങ്ങൾ ബ്രേക്ക് ചെയ്തു, നയപരമായ തീരുമാനമാണ് വേണ്ടതെന്ന് ഫയലിൽ ഉണ്ടായിട്ടും അതിനെ മൈൻഡ് ചെയ്യാതെ ഒപ്പുവെച്ചു. അങ്ങനെ രണ്ട് ഭരണഘടനാ പ്രതിസന്ധി നിൽക്കുമ്പോൾ തന്നെയാണ് മൂന്നാമത്തെ ഭരണഘടനാ പ്രതിസന്ധിയാണ് ഇത്. ഏറ്റവും വലിയ ഭരണഘടനാ പ്രതിസന്ധിയാണ് മുഖ്യമന്ത്രിയിൽ വിശ്വാസമില്ലാത്ത മന്ത്രിമാർ. മുഖ്യമന്ത്രി എടുക്കുന്ന അല്ലെങ്കിൽ സഹമന്ത്രിമാരിൽ ശിവൻകുട്ടി ഒപ്പിടാൻ പോയി, ശിവൻകുട്ടി പറഞ്ഞിട്ടായിരിക്കുമല്ലോ, ശിവൻകുട്ടി മിനിസ്റ്റർ പറഞ്ഞിട്ടും കൂടെ ആയിരിക്കുമല്ലോ ഒപ്പിട്ടത്, അങ്ങനെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അങ്ങനെ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഒരു മന്ത്രി പറഞ്ഞ് ഒപ്പിട്ട ഒരു കാര്യത്തിൽ മറ്റു മന്ത്രിമാർ പുറത്തിറങ്ങി അഭിപ്രായം പറയുന്നത് ഭരണഘടനാപരമായി ആ മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടാൽ എവർ ഇനി മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിന്നാലും അല്ല മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചാലും അതല്ല ഇനി എന്ത് ചെയ്താലും മന്ത്രിമാരെ പിൻവലിച്ചതിന് തുല്യമാണ് ഇപ്പോൾ മന്ത്രിമാർ. തത്വത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് മന്ത്രിമാരുണ്ടോ എന്ന് ചോദിച്ചാൽ സാങ്കേതികമായി പറഞ്ഞാൽ, നിയമപരമായി പറഞ്ഞാൽ മന്ത്രിമാരായിരിക്കാൻ ഇവർക്ക് അവകാശം ഇവർ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്.